ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള വൈദികര്, സിസ്റ്റർമാര്, എല്ലാ ഫോർമേഷനിലുള്ളവര് കേട്ടോ, എല്ലാ ഡീക്കന്മാരെ പ്രത്യേക അഭിവാദനം ചെയ്യുന്നു കേട്ടോ. ഒരുപാട് സെമിനാരി വിദ്യാർത്ഥികളൊക്കെ ശുശ്രൂഷകളെ സംബന്ധിച്ച് മനസ്സിലാകുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങളെ ആ തുടക്കത്തിൽ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരു കിറുകിറുപ്പുണ്ടെന്നറിയാം. എല്ലാ പ്രായമുള്ളവരും അപ്പച്ചമാരും അമ്മച്ചിമാരും എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കുന്ന അഭിവാദനം ചെയ്യുകയാണ് കേട്ടോ. ഇന്നത്തെ ഒരു വിഷയം അങ്ങനത്തെ ഒരു വിഷയമാണ്. ഹല്ലേലൂയ. ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒരു നന്മ. നമുക്ക് വിശുദ്ധ അൽഫോൺസേഗോയുടെ തിരുനാൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ അൽഫോൺസേഗോര്. പുരോഹിതന്റെ അന്തസ്സം കർത്തവ്യങ്ങൾ പറഞ്ഞ മനോഹരമായ 100-ലധികം പുസ്തകങ്ങൾ രചിച്ച മഹാവിശുദ്ധനാണ്. എൻ്റെ ഓർമ്മ ശരിയായ 2 കോൺഗ്രിഗേഷൻസ് ഒക്കെ സ്ഥാപിച്ച് അതേപോലെ വെരി പവർഫുൾ ഒരു കാലഘട്ടത്തിൽ വക്കീലൊക്കെ ആയി അല്ലേ. അങ്ങനെ തന്നിട്ട് പിന്നെ സെമിനാരി ചേർന്ന് നല്ല എനിക്ക് ഒരുപാട് പല കോട്ടുകളും ഞാൻ പലപ്പോഴും ഇങ്ങനെ അച്ഛന്മാരുടെ ധ്യാനത്തൊക്കെ അനുബന്ധിച്ച് പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ അൽഫോൺസേഗോയുടെ പ്രത്യേക മാധ്യസ്ഥം ഉണ്ടാകട്ടെ. എറോഡം ട്രസ്റ്റ് കോൺഗ്രിഗേഷനുള്ള എല്ലാ അച്ഛന്മാർക്കും നല്ല ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അവർ നല്ല നല്ല പ്രീച്ചേഴ്സായ അച്ഛന്മാരാണ്. എനിക്ക് വലിയ ഇഷ്ടമൊക്കെ ഒരുപാട് സുഹൃത്തുക്കളായ അച്ഛന്മാരും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ സഹോദരന് പ്രത്യേകിച്ച് ഒരു നന്മ ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വന്തം കുടുംബം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ സ്വന്തം കുടുംബമല്ല, നമ്മുടെ സ്വന്തം കുടുംബം. ഈ കുടുംബത്തിൽ നിന്ന് ടോക്ക് കേട്ട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മരിച്ച് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്ന ആത്മാക്കൾ എന്ത് തന്നെയായാലും നമുക്കൊരു കാര്യം ഉറപ്പായില്ലേ അല്ലേ. ഇന്നിപ്പോൾ ഇത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം പേര് ഇപ്പോൾ ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നിങ്ങൾ ഇത് നോക്കിയിട്ട് കാര്യമില്ല, കാരണം ഇതെല്ലാം ഈ വാട്സപ്പ് വഴിയാണല്ലോ പോണത്. അപ്പോൾ അതുകൊണ്ട് ഒരു 5 ലക്ഷം പേര് ഉദാഹരണം പറയാം. അപ്പോൾ ഈ 5 ലക്ഷം പേരുടെ നന്മ പറഞ്ഞവരെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾക്ക് പോവല്ലേ, എന്ത് ചോദിക്കുക അല്ലേ. ഒരു കുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്വന്തം കുടുംബത്തിലെ ആൾക്കാർ നന്മകളും ചൊല്ലി എത്ര വർഷം ചൊല്ലിയാലും ഇത് കിട്ടുക. അപ്പം അതുകൊണ്ട് നമ്മളൊരു മാസം ഒരു വലിയൊരു ഒരു പ്രാർത്ഥനയില്ലേ, കൂട്ടായ്മ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയാണ് കേട്ടോ. അതിൻ്റെയൊക്കെ തെളിവുകൾ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കാണുകയും ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞ് പിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേറെ പ്രാർത്ഥനയുണ്ട്. വേറെ ദിവസം നമുക്ക് നന്മകളും ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ, ത്രിലോകരാജ്ഞിയായ അമ്മ, പ്രത്യേക അമ്മ മധ്യസ്ഥം വഹിക്കും. അമ്മ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞിട്ടുള്ളതുമാണല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് റൂത്തിന്റെ പുസ്തകം 2:4 തലക്കെട്ട് പറഞ്ഞ അഭിവാദനം. സൂപ്പറായിട്ടുണ്ട്. നമുക്ക് പറയുന്നൊരു പ്രയോഗമാണ്, അതിൽ സൂപ്പറായിട്ട് നമ്മളൊരു കൊളോക്കിയലായിട്ട് പറയുന്നൊരു പ്രയോഗമാണ്. ഇവിടെ വചനം ഇതാണ് എൻ്റെ സഹോദരങ്ങളെ. ചാപ്റ്റർ 2:4 റൂത്ത്. ബോവാസ് ബെത്ലഹേമിൽ നിന്ന് വന്നു. ബെത്ലഹേമിൽ നിന്ന് അവിടെ പ്രണി വന്നിരിക്കുന്നത് ബെഥലേമിൽ നിന്ന് വന്നു. എന്നിട്ട് പറയുകയാണ്, കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് അവൻ കൊയ്ത്തുകാരെ അഭിവാദ്യം ചെയ്തു. അടുത്ത വാക്ക്, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നവർ പ്രത്യഭിവാദനം ചെയ്തു. നല്ല സൂപ്പറായില്ലേ അല്ലേ. നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ അല്ലേ എന്ന് പറയുന്നത് പോലെ ബോവാസ് എന്ന് പറഞ്ഞ നല്ലൊരു ധനികനായ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പോൾ കൊയ്ത്തുകാരുടെ തന്നെ ഈ കൊയ്ത്തുകാരെയൊക്കെ അഭിവാദനം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ അല്ലേ. ഒരു സാറിനെ അഭിവാദനം ചെയ്യുകയും അല്ലെങ്കിൽ ആദ്യം ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറയുന്ന പോലെ ഈ പണിക്കാരെയൊക്കെ ചിന്തിച്ച് ബൈബിൾ നമ്മളെ തിരുത്തുവാണ്. അല്ലേ എന്ത് ഈ ബൈബിളിൽ ഇങ്ങനത്തെ ചില അടയാള വാക്യങ്ങൾ, സഹായം ദൈവത്തിൽ നിന്ന് ഒരു പ്രത്യേക പദപ്രയോഗമാണ്. ഗിദെയോനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ ഒന്ന് എൻ്റെ ഓർമ്മ. പിന്നെ മക്കബാരുടെ പുസ്തകത്തിൽ വേറെ ചില സൂചനകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അഭിവാദനമൊക്കെ ചെയ്യണം, നല്ലതാണ്. അവരോട് പറയുന്നതിൻ്റെ കർത്താവ് നിങ്ങളോട് കൂടെ അല്ലേ. ആ ജോലി ചെയ്യുന്നവരെ അഭിവാദനം, അവരെ പ്രത്യാഭിവാദനം നോക്കിക്കുക അല്ലേ. കർത്താവ് അങ്ങ് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു, ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറഞ്ഞു. നാളെ കുട്ടികളെ നാളെ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. ഗുഡ് മോർണിംഗ് പറയുന്നതിനെ വരുതെന്ന് വിളിച്ച് പറയണ്ട. പക്ഷേ ഞാൻ പറയുകയാണ്, നമുക്ക് സാധാരണ നമ്മൾ സുഹൃത്തുക്കളെ ഇങ്ങനെ ചുമന്ന് ഒന്ന് നോക്കിയേ, വളരെ പരിചയമുള്ളവർ ബന്ധമുള്ളവരോടൊക്കെ ചുമ്മാ ഒന്ന് പറയാൻ മേലെ. അല്ലെങ്കിൽ ഒരു പുതിയ ഗുരു സഹോദരങ്ങളെ കർത്താവ് നിങ്ങളോട് കൂടെ അല്ലേ. നമ്മുടെ ഒരു ഗ്യാങ്ങിലേക്കൊക്കെ ചെന്ന് കയറുമ്പോൾ അല്ലേ. അപ്പോൾ തിരിച്ച് പോണ സമയത്ത് ഉദാഹരണം പറഞ്ഞാൽ എന്നാൽ പിന്നെ ഇറങ്ങും കേട്ടോ, എന്നാൽ പിന്നെ ഹോളി നൈറ്റ് അല്ലെ ഗുഡ് നൈറ്റ് പറയുന്നത് അല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. നല്ലൊരു കർത്താവ് അനുഗ്രഹിക്കുന്ന രാത്രിയായി മാറട്ടെ. എവിടെയാണ് നമ്മൾ ഈശോ എന്ന നാമം, കർത്താവിന്റെ നാമം അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു അഭിവാദനത്തിൽ തന്നെ ബാക്കി ഒരുപാട് അന്തരീക്ഷത്തിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും. പൈശാചിയത്തിൽ നമ്മൾ വിട്ടു. ഒറ്റ അഭിവാദനം നിസാരം നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ഏലേശാമയെ കണ്ടപ്പോൾ ഒരൊറ്റ അഭിവാദനമാണ്. ഉദരത്തിൽ കിടന്ന സ്നാപകന്റെ സ്ഥിതി നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ.
അഭിവാദനത്തെക്കുറിച്ച് തന്നെ ഒരു പ്രഭാഷണമാണ് അല്ലേ, ഒരു അഭിഷേകം ആയിക്കോട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. കർത്താവ് നിങ്ങളോട് കൂടെ അല്ലേ. അപ്പൊ എല്ലാം അങ്ങോട്ട് ആത്മാവോടും കൂടെ നമ്മൾ ഖുർആനിലൊക്കെ പറയുന്ന പോലെ നല്ലതാണ്. നമുക്ക് സ്തുതിക്കാം അല്ലേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒച്ചത്തിൽ സ്തുതിക്കാവാം. ഈശോയെ ആരാധന 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 ആരാധന. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ശൈലികളിലൊക്കെ ഒരു വ്യത്യാസം വരുത്താൻ എല്ലാ മനുഷ്യരെയും, അത് മുതിർന്നവരോ താഴെയുള്ളവരോ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും സഹോദരന്മാരാണ്. അങ്ങനെയൊക്കെ അഭിവാദനം ചെയ്യാൻ, ഒരു പരിഗണിക്കാനൊക്കെ ഒരു പ്രത്യേക ജ്ഞാനത്തിന്റെ കൃപ ഈശോയുടെ നാമത്തിനുണ്ടാകട്ടെ. ഓ കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ചേർത്ത് ഇവരെല്ലാം പ്രത്യേകം ബ്ലെസ് ചെയ്യണം. ഇവരെല്ലാ കുടുംബങ്ങളുടെ നിയോഗങ്ങൾ ആവശ്യങ്ങളെല്ലാം ഇടപെടണമേ. സ്വർഗത്തിന്റെ ദൂതനെ അയക്കണമേ. പൈശാചത്തിലെ യേശുവിന്റെ നാമത്തെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിലേക്ക് ആറ്റിപ്പായി. ഈശോയുടെ കൃപ നിങ്ങളെ താങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവം പ്രത്യേകം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഓ ദൈവമേ, ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് ഈ ടോക്ക് കേൾക്കുന്ന വലിയ ഫാമിലിയിൽ നിന്ന് മരണം വഴി സ്വർഗത്തിലെത്തിയിരിക്കുന്ന ഓരോ ആത്മാക്കളും കൂടുതൽ പ്രകാശിക്കട്ടെ. അങ്ങനെ ഏതെങ്കിലും ആത്മ ശുദ്ധാനുസാരത്തിലുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഒറ്റ നിയോഗത്തെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഇടപെടണമേ. സ്വർഗത്തിലേക്ക് കയറ്റാൻ തിരുവള്ളമാണ്. നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളെല്ലാം ആശ്രയിക്കും. നമ്മുടെ കർത്താവ് ശമിശിയാട് കറവയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.